ദർശ് പതിയെ ലാപ്ടോപ്പിന് മുന്നിൽ ചെന്ന് നിന്ന് ആ വീഡിയോയിലോട്ടൊന്ന് നോക്കി. അവന്റെ ഉള്ളിൽ വല്ലാതെ പിടച്ചുപോയി. ദേവൂട്ടി, അവൾ തന്റെ അനിയത്തി. അവൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഇപ്പോഴും ആ പഴയ കുഞ്ഞു കുട്ടിയെ പോലെയല്ല. അവളുടെ അസുഖത്തിന്റെ ചെറിയൊരു കണിക പോലും അവളിലില്ല. അല്ലെങ്കിലും അവൾ സ്പെഷ്യൽ കിഡ് അല്ലേ? അതോർത്തതും ദർശിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് കണ്ടുകൊണ്ട് നിന്ന ധരണി, എങ്ങനെയുണ്ട് ദർശ്? എനിക്കറിയാം നിന്റെ അച്ഛൻ ആ മരുന്നിന്റെ സാമ്പിൾസ് കണ്ടുപിടിക്കാൻ നിനക്ക് വേണ്ടി മാത്രം ചില തെളിവുകൾ വെച്ചിട്ടുണ്ട് എന്ന്. അത് നീ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്നു. ധീര ആ കാര്യം പറയുന്നത് കേട്ടതും ദർശ് പകയോടെ നന്ദനെ നോക്കി. കാരണം നന്ദനോട് മാത്രമാണ് താൻ ആ രഹസ്യം പറഞ്ഞിരുന്നത്. ദർശിന്റെ നോട്ടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നന്ദൻ അത് വിരണ്ടുപോയി. അത് കണ്ട് ധീര പെട്ടെന്ന് മുന്നിലേക്ക് വന്നു. പറ ദർശ്, നിനക്ക് നിന്റെ അനിയത്തിയെ വേണോ അതോ ആ മെഡിസിൻ വേണോ? നിനക്ക് തീരുമാനിക്കാം. ധീരയുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടതും ദർശൻ ആകെ തളർന്നു പോയിരുന്നു. വേണ്ട, അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ്, എനിക്ക് വേണം അവളെ. ദർശൻ അവരുടെ മുന്നിൽ കൈകൂപ്പി. അവൻ ധീരയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്റെ അമ്മയുടെ മുഖമല്ലേ നിങ്ങൾക്ക്? ഇത്രയും കാലം എന്റെ അമ്മയായി നിന്നതല്ലേ? ദേവൂട്ടിയെ വിട്ടു തന്നൂടെ? ദർശന്റെ വേദന കണ്ട് സഹിക്കാനാകാതെ വേദ മുഖം പൊത്തി കരഞ്ഞുപോയി. അവൾക്കും അവന്റെ അവസ്ഥ താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ദർശൻ ധീരയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് തന്റെ മുണ്ട് സ്റ്റൈലിലൊന്നും മടക്കി കുത്തിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ, മിസ് ധീര, എങ്ങനെ, ഇഷ്ടായോ എന്റെ തോൽവി? ഇത്രയും മതിയോ? ദർശന്റെ പ്രവൃത്തിയും അവന്റെ മുഖഭാവവും കണ്ട ധീര പെട്ടെന്ന് അവർക്കൊരു അപകടം മണത്തു. അതുകൊണ്ട് തന്നെ, വാട്ട്, നീ നന്ദ ഇവൻ? ധീര നന്ദന്റെ കയ്യിൽ നിന്നും ഗൺ വാങ്ങി ദർശന് നേരെ പാഞ്ഞു. പെട്ടെന്നാണ് വെടിയൊച്ചകൾ മുഴങ്ങിയത്. ഒപ്പം ആരുടെയൊക്കെയോ കരച്ചിൽ. ആർക്കും ഒന്നും ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു സംഘം ആളുകൾ അകത്തേക്ക് പാഞ്ഞു വന്നു. അവർ ധീരയെയും നന്ദനെയും ഗൺ പോയിന്റിൽ നിർത്തി. എല്ലാം നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. ധീര ഞെട്ടിപ്പോയി. അവൾ മുന്നിലുള്ളവനെ നോക്കി. ദർശിപ്പോൾ സോഫയിൽ ഇരുന്നിട്ട് തന്റെ അരികിലേക്ക് അവൻ വേദയെ വിളിച്ചിരുത്തി. എന്നിട്ട് തനിക്കരികിലിരിക്കുന്ന വേദയെ നോക്കി ധീരയോടായി പറഞ്ഞു, എന്താണ് ധീര, ഇതൊട്ടും പ്രതീക്ഷിച്ചില്ലേ അല്ലേ? നീ എന്നെ ഒരു പട്ടിയെ പോലെ വളർത്തുമ്പോൾ ആ നായ പുറത്ത് മറ്റൊരു ലോകമുണ്ടാക്കിയെന്ന് നീ അറിഞ്ഞില്ലേ? പുച്ഛത്തോടെ പറയുന്നവനെ ധീരയും നന്ദനും പക്കയോടെ നോക്കി. തോൽക്കാൻ മനസ്സില്ലാത്ത ഭാവമായിരുന്നു അവർക്ക്. അത് കണ്ട ദർശൻ അവരുടെ ലാപ്ടോപ്പിലേക്ക് ഒന്ന് നോക്കിയിട്ട് ദർശൻ ലാപ്ടോപ്പ് അവരുടെ നേരെ തിരിച്ചു പിടിച്ചു. അതിലേക്ക് നോക്കിയ ധീര സ്തംഭിച്ചുപോയി. ദേവൂട്ടിയെ സുരക്ഷിതമായി ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് തന്റെ സഹോദരൻ ധീരനാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർക്കുള്ളിൽ സംശയങ്ങൾ നിറഞ്ഞു. അത് കണ്ട ദർശ്, എന്താണ് ധീര നീ വിചാരിച്ചത് എന്നെ പറ്റി? ഇത് നിങ്ങളുടെ പ്ലാനല്ല, ഇതെന്റെ പ്ലാന്. അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിച്ചു. എങ്ങനെയാണെന്നല്ലേ പറയാം. ധീര, നിന്റെ ശ്രദ്ധ വേദയിലേക്ക് തിരിഞ്ഞ സമയങ്ങളിൽ നന്ദനെ എനിക്കൊപ്പം കൂട്ടി നിങ്ങളെ ഞാൻ ലോക്ക് ചെയ്യുകയായിരുന്നു. അവൻ പറഞ്ഞത് കേട്ടതും നന്ദൻ ഭയത്തോടെ മുഖം താഴ്ത്തി. ദർശ് തുടർന്നു, എനിക്കറിയാമായിരുന്നു ധീര നീ ആരാണെന്ന്. എൻ്റെ അച്ഛൻ അത് കാണിച്ചു തന്നിട്ടാണ് പോയത്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയിലുണ്ട് നീ ആരാണെന്നുള്ള തെളിവ്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയിൽ നിന്റെ മുഖത്ത് മാത്രമാണ് അച്ഛനൊരു വരയിട്ട് വെച്ചിരുന്നത്. അതെന്തോ ഒരു സൂചനയാണ് എന്ന് മനസ്സിലാക്കിയ ഞാൻ അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയായിരുന്നു. അവസാനം നിന്റെ ഫിംഗർ പ്രിന്റിൽ നിന്നും നീ ആരാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അമ്മയും നീയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ അന്ന് മുതൽ നിനക്ക് പുറകെ ഞാനുണ്ട്. കുറെ വർഷങ്ങൾ നിന്റെ പട്ടിയായിട്ട് ഞാൻ നിന്നു. നീ പറഞ്ഞതെല്ലാം കേട്ട് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച ഒരു പട്ടിയെ പോലെ. അവന്റെ പകയോടെയുള്ള വാക്കുകളിൽ പുച്ഛത്തോടെ നോക്കി ധീര. അതോടെ കണ്ടതും ദർശ്, നീ ആരാണ് എന്ന് എന്നെ അറിയാൻ സഹായിച്ചത് നിന്റെ സഹോദരൻ ധീരനങ്കള. ഒരു കാര്യം, നേരത്തെ തന്നെ എൻ്റെ അച്ഛനെ അദ്ദേഹം വിവരം അറിയിച്ചിരുന്നു നീ ആരാണ് എന്ന്. പക്ഷെ അത് അറിഞ്ഞു വന്ന അച്ഛനെ ആരോടും സത്യം പറയാൻ അനുവദിക്കാതെ നിങ്ങൾ കൊന്നു, അല്ലേ നന്ദൻ?
ദർശന്റെ ചോദ്യത്തിൽ നന്ദൻ വിറച്ചുപോയി. ദർശൻ തുടർന്നു. അന്ന് എന്നെ കൊല്ലാതെ നിർത്തി എന്റെ മുന്നിലിട്ട് എന്റെ അമ്മയെയും അനിയത്തെയും ബലാത്സംഗം ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അതെന്റെ അമ്മയല്ലെന്ന്, അത് നിന്റെ മറ്റവളാണെന്ന്, അതൊരു നാടകമാണെന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അത് വെച്ച് ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോള നായെ. അത്രയും പറഞ്ഞ് അലറിക്കൊണ്ട് ദർശൻ പാഞ്ഞു ചെന്ന് നന്ദന്റെ ചെവിക്കല്ലിനടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ ധരണി പോലും വിറച്ചുപോയി. വേദ ഭയത്തിൽ ദർശനെ നോക്കി. അവൻ നന്ദന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്നിട്ട്, എന്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ചാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? നിന്നെ നിന്നെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിച്ചതെന്നറിയാമോ? നിന്റെ ഈ കൈ കണ്ടോ, ഈ കുഞ്ഞു വിരൽ? ആ വിരലിൽ പിടിച്ച് ദർശു വളച്ചു. വേദനയിൽ നന്ദൻ അലറിക്കൊണ്ടേയിരുന്നു. ദർശു തുടർന്നു. അത് മതിയായിരുന്നു നിന്നെ സംശയിക്കാൻ. എന്നിട്ട് പെൻഡ്രൈവ് തന്നപ്പോ നീ എന്താ പറഞ്ഞത്? അച്ഛൻ നിന്നോടൊന്നും പറഞ്ഞില്ല എന്നല്ലേ? നിന്റെ ഒപ്പമല്ലേ അന്ന് ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ വന്നത്? പറയടാ. പറയാം. നന്ദൻ ഭയന്ന് വിറച്ചു. അയാൾ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട്, അതെ, എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ വേദിയുടെ കാര്യം പറഞ്ഞില്ല. എന്നെ വിശ്വസിച്ചാണ് ദേവൻ അവിടെ എത്തിയത്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ ആളുകൾ അവിടെ എത്തി. നിന്നെ കൊന്ന് ദേവനെ തളർത്താൻ നോക്കിയപ്പോൾ മക്കൾക്ക് വേണ്ടി സ്വയം ജീവൻ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവൻ മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നന്ദൻ പറയുന്നത് കേട്ട ദർശൻ പുച്ഛത്തോടെ, ഓഹോ, അച്ഛൻ മരിച്ച കുറ്റബോധം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. കൊള്ളാം, എത്ര മനോഹരമായ കള്ളം. സത്യം പറ നന്ദൻ, ഇല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. നിനക്കറിയാലോ ഞാനത് ചെയ്യുമെന്ന്. ദർശന്റെ ശബ്ദവും ദേഷ്യവും കണ്ട നന്ദൻ ആകെ തകർന്നുപോയി. അയാൾ ഭയത്തോടെ, അല്ല, ഞാൻ പറയാം, എന്നെ ഒന്നും ചെയ്യരുത്. അന്ന് ആ മരുന്നിന്റെ രഹസ്യം നിനക്കറിയുന്ന തരത്തിൽ ദേവൻ എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ വെറുതെ വിട്ടത്. പക്ഷെ നീ വേദയെ വിവാഹം കഴിച്ചത് ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ആ പെൻഡ്രൈവ് വേദയുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കരുതിയിരുന്നെങ്കിൽ നീ അവളെയും കൊല്ലുമായിരുന്നു അല്ലേ? ദർശന്റെ ചോദ്യത്തിന് മുന്നിൽ നന്ദൻ തല താഴ്ത്തി. ബാക്കി പറ. ദർശ അലറി. അന്ന് ദേവൻ എല്ലാം നശിപ്പിച്ചിരുന്നു. എന്നാലും അവൻ ഒരു ഫയലുമായി ഇവിടെ വന്നിരുന്നു എന്ന അറിവ് എനിക്ക് കിട്ടി. പക്ഷെ അത് എവിടെയാണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് നിനക്ക് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. നന്ദൻ പതറി പറഞ്ഞു. അത് കേട്ട് ദർശ പുച്ഛത്തോടെ ചോദിച്ചു, എന്നിട്ടും എല്ലാത്തിനും ഉത്തരമായില്ലല്ലോ നന്ദൻ. അച്ഛൻ കണ്ടെത്തിയ ക്രീം ആളുകളെ കൊല്ലുന്നതായിരുന്നു എന്നും അതിന്റെ ഡേറ്റ് അച്ഛൻ നശിപ്പിച്ചതാണോ എന്നും നമുക്കറിയാം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്? നന്ദൻ മടിച്ചു നിന്നപ്പോൾ ധീര കണ്ണുകൾ കൊണ്ട് വിലക്കി. ഒന്നും പറയരുത് എന്ന അർത്ഥത്തിൽ. ധീരയുടെ വായി പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ട ദർശ തന്റെ ആളുകളെ കണ്ണു കാണിച്ചു. അവർ നന്ദനെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ വേദന കൊണ്ട്, ഞാൻ പറയാം, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ അയാൾ കരഞ്ഞതും ദർശൻ തന്റെ ആളുകളുടെ മുന്നിൽ കണ്ണുകൾ കൊണ്ട് അയാളിൽ നിന്ന് മാറാനായി പറഞ്ഞു. അതോടെ നന്ദൻ പറഞ്ഞു തുടങ്ങി, അത് ദേവൻ മറ്റൊരു മരുന്ന് കണ്ടുപിടിച്ചിരുന്നു. അതിന്റെ ഗുണം കൊണ്ടാണ് ദേവൂട്ടി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഞങ്ങൾ അവളിലെ ക്രീം പരീക്ഷിച്ചിട്ടും അവൾക്കൊന്നും സംഭവിച്ചില്ല. അവളുടെ പഴയ ഹെൽത്ത് ഇഷ്യൂസ് മാറുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ അവളെ മാറ്റാൻ തീരുമാനിച്ചത്. അതിന് ആ റേപ്പ് നാടകം നടത്തിയതും അവളെ കൈക്കലാക്കാനാണ്. മരിക്കുന്നതിന് മുമ്പ് ദേവൻ പറഞ്ഞിരുന്നു ആ മരുന്ന് നിനക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന്. അതുകൊണ്ട് നിന്നെ ഇമോഷണലി തകർക്കാനാണ് ദേവൂട്ടി മരിച്ചെന്ന് ഞങ്ങൾ വരുത്തി തീർത്തത്. അവളെ ഞങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായിരുന്നു. അയാളത് പറഞ്ഞു നിർത്തിയതും നന്ദന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. എന്നിട്ട് പാഞ്ഞു ചെന്ന് ധീരയുടെ വായിലെ പ്ലാസ്റ്റർ വേദനയോടെ വലിച്ചു മാറ്റി. അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദർശ അലറി, എടി പന്ന മോളെ, നീ എൻ്റെ അമ്മയല്ലെന്ന് മനസ്സിലാക്കി അന്ന് തന്നെ നീ കാണിച്ചു തന്ന എൻ്റെ ദേവൂട്ടിയുടെ ആ ശവക്കല്ലറ ഞാൻ പൊളിച്ചിരുന്നു. അതിൽ എൻ്റെ ദേവൂട്ടി ഇല്ലെന്ന് ഉറപ്പിച്ച അന്ന് മുതൽ ഞാൻ നിനക്ക് പുറകെയുണ്ട്. പക്ഷെ ഞാൻ അഭിനയിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും എൻ്റെ മുന്നിൽ എത്തുന്നത് വരെ. പറ, എൻ്റെ അമ്മ എവിടെ? ദർശൻ പകയോട് പറഞ്ഞു. അവന്റെ ദേഷ്യത്തിൽ അവരുടെ മുടിയിൽ അവൻ ശക്തമായി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദർശന്റെ ഭാവങ്ങൾ കണ്ടിട്ടും ധീരയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു സൈക്കോയെ പോലെ അവർ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ധീര
ക്രൂരമായി മുഖം വെച്ചിട്ട് എന്തോ വലിയൊരു ആനന്ദത്തോടെ അവർ പറഞ്ഞു, നിന്റെ തന്തയുണ്ടാക്കിയ ക്രീമില്ലേ, അതിന് അയാൾ ഉപയോഗിച്ച ഡെഡ് ബോഡി, അത് നിന്റെ അമ്മയുടേതായിരുന്നു. നിന്റെ അമ്മയെ പച്ചയ്ക്ക് കത്തിച്ചതാണ് ഞാൻ. അവൾ സ്വന്തമാക്കിയ സന്തോഷങ്ങൾ ഞാൻ കൊന്ന്, അവളെ കൊന്ന് ഞാൻ സ്വന്തമാക്കി. പകയോടെയുള്ള ധീരയുടെ വാക്കുകൾ കേട്ടതും വേദ തളർന്ന് നിലത്തിരുന്നു പോയി. പക്ഷെ ദർശ് കുലുങ്ങിയില്ല. അവൻ ഉറച്ച മുഖത്തോടെ അവരെ നോക്കി നിന്നു. വേദയുടെ പൊട്ടിക്കരച്ചിലുകൾ ആ റൂമിൽ മുഴങ്ങി. ഒന്നും അനങ്ങിയില്ല എങ്കിലും ദർശന്റെ കണ്ണുകൾ വേദന കൊണ്ട് ചുവന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ നിറഞ്ഞില്ല. പകരം അവൻ ദേഷ്യത്തോടെയും പകയോടെയും അവരെ നോക്കി. അവന്റെ മുഖത്ത് ആ നിമിഷം ഒരു ചെകുത്താന്റെ ഭാവമായിരുന്നു. തുടരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച കഥ അതേ രീതിയിൽ എഴുതാൻ പറ്റിയിട്ടില്ല. അതേ ഇമോഷൻസും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയണം. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയണം. അപ്പൊ എങ്ങനെ, അടുത്ത എപ്പിസോഡിന് കാത്തിരുന്നാലോ? തുടരുന്നു.